നഗരവികസനം അട്ടിമറിക്കാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥ മാഫിയ. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നഗരത്തിൽ നിർമ്മാണ വേലകളെ തടസ്സപ്പെടുത്തി അലസ്യമായി കിടന്നിരുന്ന കേബിളുകൾ നീക്കം ചെയ്യാൻ തയ്യാറാവാതെ അധികൃതരുടെ പാര. ഒടുവിൽ ജനപ്രതിനിധികൾക്കൊപ്പം വിദ്യാർത്ഥികളും കൈകോർത്തു. ഉച്ചയോടെ നഗരത്തിലെ ഏതാണ്ട് എല്ലാ കേബിളുകളും പെറുക്കി മാറ്റി. കേബിളുകൾ അലക്ഷ്യമായി കിടക്കുന്നത് മൂലം കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകളും അപകട ഭീഷണിയും നേരിട്ടിരുന്നു. നഗരവികസനത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ഉപയോഗശൂന്യമായി റോഡിൽ കിടന്നിരുന്ന കേബിളുകൾ ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാരുടെയും സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് സ്കൂളിലെയും തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെയും NSS വിദ്യാർത്ഥികളും ചേർന്ന് നീക്കം ചെയ്തത്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോട് കേബിളുകൾ നീക്കം ചെയ്യണമെന്ന് MLA പലവട്ടം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. തുടർന്ന് അപകട സാധ്യത കണക്കിലെടുത്ത് വാർഡ് കൗൺസിലർ പോലീസിൽ പരാതിപ്പെട്ടു. ഇവിടെയും കാര്യമായങ്ങൾ നടക്കാതെ വന്നതോടെ രാവിലെ 8 മണി മുതൽ 4 മണിക്കൂർ കൊണ്ട് വിദ്യാർത്ഥികൾ നഗരം ക്ലീനാക്കി മാതൃക കാട്ടി. തുടർന്നാണ് MLA നേതൃത്വത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ്, വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജി മുണ്ടാട്ട്, PM അബ്ദുൽ സലാം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മുനിസിപ്പൽ കൗൺസിലർമാർ, അധ്യാപകർ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു. മൂവാറ്റുപുഴ നഗരവികസനത്തിന് മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥികൾ നൽകുന്ന പിന്തുണ ഏറെ സന്തോഷവും അഭിമാനവുമാണെന്ന് മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കി.